കൂട്ടുകാരെ കുറച്ചൊക്കെ ഒരു ക്ലിയർ തോന്നുന്നുണ്ടോ? ഓക്കെയാണോ? ഓക്കെയാണല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ ക്ലാസ് തുടരാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഫൈദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യത്തുൻ മിൻ ഇൻദില്ലാഹി മുബാറകത്തുൻ ത്വയ്യിബ. ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് ആ വീട്ടുകാർക്ക് നമ്മളൊരു അഭിവാദ്യം അർപ്പിക്കേണ്ടതുണ്ട്. വീട്ടിൽ ആരും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് നമ്മൾ സലാം പറയേണ്ടതുണ്ട്. അതേക്കുറിച്ചാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചു പോകുന്നത്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിൽ ആരും ഇല്ലെങ്കിലും നമ്മൾ എങ്ങനെയാണ് സലാം പറയേണ്ടത്? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നമുക്ക് തന്നെ നമ്മളൊന്ന് സലാം പറയുക. പിന്നെ അവിടെയുള്ള സാലിഹായ സജ്ജനങ്ങളായ മറ്റു വ്യക്തികൾ, അത് മലക്കുകളുണ്ടാവാം, ജിന്നുകളുണ്ടാവാം, ആരായിരുന്നാലും എല്ലാവർക്കും വേണ്ടി ഒരു സലാം, അത് നമ്മൾ വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് സലാം പറയണം. അതാണ് നമ്മളൊക്കെ പഠിച്ചു വെക്കേണ്ടത്. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ വിഷയങ്ങളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു തആലാനോട് പറഞ്ഞു കൊടുത്ത വിഷയം ഇത് തന്നെയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ എന്നോട് പറഞ്ഞു തന്നു. അനസ് റളിയല്ലാഹു പറയാ, യാ ബുനയ്യ, കുഞ്ഞുമോനെ, ഇദാ ദഖൽതു അലാ അഹ്ലിക, നീ നിന്റെ വീട്ടിലേക്ക് കയറി ചെന്നാൽ ഫസല്ലിം, നീ ആ വീട്ടുകാരോട് സലാം പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു തആലയോട് പറഞ്ഞെടുക്കുക, മോനെ, കുഞ്ഞുമോനെ, നീ നിന്റെ വീട്ടിലേക്ക് കയറി ചെന്നാൽ ആ വീട്ടുകാരായ ആളുകളോട് നീ ഒന്ന് സലാം പറയണം. സലാം പറയാതെ അങ്ങോട്ട് കയറി ചെല്ലരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. മാത്രമല്ല, അവർക്ക് സലാം പറയാൻ മാത്രം മതിയോ? അങ്ങനെ സലാം പറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? അങ്ങനെ സലാം പറഞ്ഞാൽ യക്കുൻ ബർക്കത്തൻ അലൈക, അത് നിന്റെ കുടുംബത്തിന് ഒരുപാട് ബർക്കത്ത് അതുകൊണ്ടുണ്ടാകും. നിനക്കതുകൊണ്ട് ബർക്കത്തുണ്ടാകും. അല അഹിലി ബൈത്തിക്ക, നിന്റെ വീട്ടുകാരുടെ മേലും അത് ബർക്കത്താകും. നിനക്കും നിന്റെ കുടുംബത്തിനും അത് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് നീ സലാം പറഞ്ഞിട്ടേ വീട്ടിലേക്ക് കയറി ചെല്ലാവൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു തആലയോട് പറഞ്ഞു കൊടുക്കുന്ന ഹദീസ് നമുക്ക് തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സലാം പറഞ്ഞുകൊണ്ട് വീട്ടിൽ കയറുന്ന രീതി കൊണ്ട് നടക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അതുപോലെ തന്നെ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ഉദാത്തവും അനുഗ്രഹവുമായ അഭിവാദ്യമായി അസ്സലാമു അലൈക്കും എന്ന് സലാം പറയണം. അപ്പൊ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്നാണ് സലാം പറയേണ്ടത് വീട്ടിൽ ആളുണ്ടെങ്കിൽ. വീട്ടിൽ ആളില്ലെങ്കിലോ അവിടെ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ് സലാം പറയേണ്ടത്. ഇത് ചൊല്ലി വീട്ടിലേക്ക് കയറിയ ഉടൻ തന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് മോദിയാൽ വീട്ടിൽ ഒരുപാട് അഭിവൃദ്ധി അതുകൊണ്ടുണ്ടാകും. രോഗത്തിന് അതുകൊണ്ട് ശമനം ലഭിക്കും. വീട്ടുകാർക്ക് നല്ല സന്തോഷമുണ്ടാകും. അതുകൊണ്ട് ഇത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അബൂ മാലിക് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാള് വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജന വബിസ്മില്ലാഹി ഖറജന വഅലല്ലാഹി തവക്കൽന എന്ന് ചൊല്ലിക്കൊണ്ടാണ് വീട്ടിലേക്ക് കയറേണ്ടത്. അങ്ങനെ ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് കയറിയാലോ വീട്ടിൽ ഒരുപാട് അഭിവൃദ്ധി അതുകൊണ്ടും ഉണ്ടാകുന്നതാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത വേറൊരു ഹദീസ് കാണാം, അനസ് റളിയല്ലാഹു പറയാണ്, റസൂലുള്ളാഹി തങ്ങൾ എനിക്ക് 5 കാര്യങ്ങൾ എന്നോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. 5 കാര്യങ്ങളാണ് അനസ് റളിയല്ലാഹു തആല എന്നോട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് വസിയ്യത്ത് ചെയ്തത് എന്ന് അനസ് റളിയല്ലാഹു തആല വിശദീകരിക്കുന്നു. 1, വുളു എടുക്കുന്ന സമയത്ത് നീ പൂർണ്ണമായി വുളു ചെയ്യുക. വുളു എടുക്കുമ്പോൾ അതിന് പരിപൂർണമായ രൂപത്തിൽ വുളു ചെയ്യുക. പെട്ടെന്ന് എന്തെല്ലാമോ ഒരു വുളു എടുത്തുകൊണ്ട് മടങ്ങുന്ന രൂപമല്ല വേണ്ടത്. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് പള്ളിയിലൊക്കെ ചെന്ന് നോക്കിയാൽ കാണാം, ചില ആളുകൾ വുളു എടുക്കുന്ന രൂപം കണ്ടാൽ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. തലയൊക്കെ അങ്ങോട്ട് തടവുന്നത് എങ്ങനെ നമുക്കറിയില്ല. തലയിലാണോ തൊടുന്നത്, നെറ്റിയിലാണോ തൊടുന്നത്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലാണോ തൊടുന്നത് ഒന്നും അറിയില്ല. അങ്ങോട്ട് തടവും ഏതോ രൂപത്തിൽ. എന്നിട്ട് 2 കപ്പ് വെള്ളം എടുത്ത് കാലിലേക്ക് അങ്ങോട്ട് ചൊരിച്ചു ഓലാതാ നേരെ നിസ്കരിക്കാൻ പോവുകയും ചെയ്യും.
കാലുപോലും ശരിക്കും നനയാത്ത ഒരുപാട് നിസ്കാരക്കാരായ ആളുകളെ നമുക്ക് പള്ളിയിൽ വെച്ച് കാണാൻ കഴിയും. നമുക്ക് നോക്കിയാൽ കാണാം. ഇന്ന് അത് വെറുതെ പറയല്ല. വുളു ചെയ്യുന്ന സമയത്ത് വുളുവിന് കുറെ കണക്കുണ്ട്. മുഖത്തിന്റെ നീളവും വീതിയും ഒക്കെ ചെറിയ ക്ലാസ് മുതൽ മദ്രസയിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. നെറ്റിയുടെ മുകൾ ഭാഗം മുതൽ താടിയെല്ലിന്റെ താഴ്ഭാഗം വരെയും അറ്റം വരെയും, അതേപോലെ തന്നെ ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയും ഇതിന്റെ ചുറ്റളവുള്ള ഭാഗങ്ങളൊക്കെ മുഖമാണ് എന്ന് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചതാണ്. പക്ഷേ ഇങ്ങനെ മുഖം തടവുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ സംശയമാണ്. അറിയാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യാത്തതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. മദ്രസ വിദ്യാഭ്യാസ രംഗത്ത് തീരെ വിദ്യാഭ്യാസം രക്ഷിതാക്കൾ കൊടുക്കാതിരുന്നാൽ കുട്ടികളൊക്കെ ഈ രൂപത്തിലായി പോകും. അപ്പൊ നമ്മളൊക്കെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ പഠിച്ചവരാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? ഒരു പക്ഷേ മടി കൊണ്ടാവാം. അത് പ്രായം ചെന്ന ആളുകളും പല ആളുകളും ആ രൂപത്തിലൊക്കെ തടവുന്ന ആളുകളുണ്ട്. മുഖം തടവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് മുഖം കഴുകുന്ന രൂപത്തിൽ ചുണ്ടിന്റെ ചുറ്റുഭാഗത്തുള്ള കുറഞ്ഞ ഭാഗങ്ങൾ മാത്രം കഴുകിയിട്ട് വുളു എടുത്തുകൊണ്ട് പോകുന്ന ആളുകളെ കാണാം. അതേപോലെ തന്നെ കൈയൊക്കെ കഴുകുന്ന സമയത്ത് മുട്ടിന്റെ കൈമുട്ടിന്റെ ഭാഗത്തും നനയാതെ ഒരുപാട് ആളുകൾ വുളു ചെയ്തു പോകുന്നത് കാണാം. ഇങ്ങനെയൊക്കെ നമ്മൾ വുളു ചെയ്ത് കഴിഞ്ഞാൽ അത് വുളുവിന്റെ പൂർണ്ണതയിൽ എത്തുന്നതല്ല. വുളുവിന്റെ ഫർള് തന്നെ വീടാതെ വളരെ കൂടുതൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മളെ പള്ളിയിലൊക്കെ കുറെ ഹൈടെക് യുഗത്തിലേക്ക് വരുന്നത് കൊണ്ട് കുറെ രൂപങ്ങൾ നമ്മുടെ ഇന്ന് ടാപ്പുകളൊക്കെ ഒരു പ്രത്യേക ശൈലിയിലാണ്. ഇന്ന് നമ്മൾക്ക് കുനിയേണ്ട ആവശ്യമില്ല. തീരെ കുനിഞ്ഞോ ഒന്ന് നിൽക്കേണ്ട ഒരു ആവശ്യങ്ങളൊന്നും ഇല്ലാതെ ശരിക്കും അലക്കാൻ മണിങ്ങിയതുപോലെ എന്ന് കുമ്മമാര് പറയുന്ന രൂപത്തിൽ അങ്ങനെ നേരെ എന്തുകൊണ്ട് വുളു എടുക്കാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. കാരണം നിന്നുകൊണ്ടാണ് വുളു എടുക്കുന്നത്. നിന്നുകൊണ്ട് തന്നെ എല്ലാം ചെയ്യുന്നു. കാല് കഴുകാനും ഇന്ന് നിന്നുകൊണ്ട് തന്നെ സംവിധാനമുണ്ട്. തിരിക്കുന്നത് മുകളിലൊരു ടാപ്പ് തിരിച്ചാൽ നമ്മുടെ കാലിന് സമമായിട്ടൊന്ന് ടാപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിലേക്ക് വെള്ളം അങ്ങനെ ചീറ്റി വന്നിട്ടുണ്ടാവും. നമ്മൾക്ക് കുനിയേണ്ട ആവശ്യങ്ങളേ ഇല്ല. അങ്ങനെ വരുമ്പോഴുള്ള ദോഷം എന്താണെന്നറിയോ? പള്ളിയിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷം ഒരുപാട് ദോഷമുണ്ട്. ഒന്നാമത്തെ ദോഷം കാണാം, അത് അങ്ങനെ നിന്ന് വുളു എടുക്കുന്ന സംവിധാനം വന്നതോടുകൂടിയാണ്, പഴയ കാലത്തുള്ള ഹൗദ് സംവിധാനം നാട്ടിൽ എടുക്കപ്പെട്ടതോടുകൂടിയാണ് കുറെ ആളുകൾക്ക് ഊരവേദന വരുന്നത് എന്ന് കാണാം. ഊരവേദന വരാനുള്ള ഒന്നാമത്തെ കാരണം അതാണ്. പഴയ കാലത്തൊക്കെ ആളുകൾ പള്ളിയിലേക്ക് പോയാൽ കുഴി പോലത്തെ ഹൗദായിരുന്നു ഉണ്ടായിരുന്നത്. ആ കുഴിന്റെ ചുറ്റുഭാഗത്ത് കുറെ കല്ലുകൾ, നമുക്ക് ഇരിക്കാൻ വേണ്ടി കല്ലുകൾ ഉണ്ടാവും. ആ കല്ലുകളിൽ ഇരുന്ന് കുമ്പിട്ടുകൊണ്ടായിരുന്നു വുളു എടുത്തിരുന്നത്. അപ്പൊ കുമ്പിട്ടുകൊണ്ട് വെള്ളം കോരുകയും മുഖം കഴുകുകയും കൈ കഴുകുകയും കാല് കഴുകുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾക്കൊന്ന് കുനിയലും നൂരലും ഇങ്ങനെ വരുമ്പോ ഈ പുറം വേദന മുട്ടിന്റെ സന്ധികളിലൊക്കെ ഒന്ന് നിവരിയും മടങ്ങുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നല്ല രക്തോട്ടം പിടിക്കുകയും അതോടെ തന്നെ നല്ലൊരു ആശ്വാസം കിട്ടുകയും ചെയ്തിരുന്നു. ഇന്ന് അതിന് വിരുദ്ധമായിട്ടാണ് ഉള്ളത്. ഇന്ന് അങ്ങനെ സംവിധാനങ്ങളില്ല. പിന്നെ ഉള്ളത് കാലുകൾ ഇരുന്ന് കഴുകുന്നത് കൊണ്ട് കാല് ശരിയായിട്ട് കഴുകാൻ കഴിഞ്ഞിരുന്നു. കാലിന്റെ ഉള്ളിലൊക്കെ കഴുകേണ്ട രൂപത്തിൽ കാലിന്റെ വിരലുകളൊക്കെ തിക്കകറ്റിക്കൊണ്ട് കഴുകിയിരുന്നു. ഇന്ന് നിന്നുകൊണ്ട് ഈ സംവിധാനം വന്നതോടുകൂടി തന്നെ ഇന്ന് കാൽ കഴുകുന്ന പരിപാടിയുമില്ല. ഇന്ന് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു പോവുക എന്നല്ലാതെ അത് തന്നെ പൂർണ്ണമായി നനിയുന്നുണ്ടോ എന്ന് പോലും നോക്കാൻ ഇന്ന് അവസരമില്ലാത്തതുകൊണ്ട് ഒരുപാട് സുന്നത്തുകൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴാണ് ഒരാളുടെ PM വരുന്നത്, സ്ത്രീകൾക്ക് ഊരവേദന വരുന്നത് എന്തുകൊണ്ടാണ്? ചോദ്യമാണത്, നല്ല ചോദ്യം. പുരുഷന്മാർക്ക് പള്ളിയിലുള്ള വിഷയം കൊണ്ടാണെന്ന് പറഞ്ഞു, സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? സ്ത്രീകൾക്കും അത് തന്നെ കാരണം. പഴയ കാലത്ത് മുമ്പേ ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞതാണ്. ഉമ്മമാരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം, പഴയ ഉമ്മമാരൊക്കെ ഇരുന്നു കൊണ്ടായിരുന്നു അമ്മിയിൽ അരിച്ചിരുന്നത്. ഇന്ന് അരയ്ക്കാൻ അറിയുന്ന ഉമ്മമാർ, ഇന്നത്തെ സഹോദരിമാർക്ക് എത്ര പേർക്ക് അരയ്ക്കാൻ അറിയാം? ഇന്ന് സ്ത്രീകൾ ഇരുന്നു കൊണ്ടുള്ള ചെയ്ത പരിപാടിയില്ല. അന്ന് നെല്ല് കുത്തിയിരുന്നു, ഒലക്കയും ഉരുളും ഉപയോഗിച്ച് നെല്ല് കുത്തി ഇടിച്ച് പൊടിച്ച് പത്തിരി ചുട്ടിരുന്നു. ഇരുന്നു കൊണ്ടായിരുന്നു അടുപ്പില്ല തീ കൂട്ടിയതും അടുപ്പ് കത്തിച്ചതും വറുത്തതും പൊടിച്ചതും ഒക്കെ. ഇന്ന് ഇരിക്കുന്ന പരിപാടിയില്ല. അതും നിന്നിട്ട് തന്നെ ഒരു പണിയും ഇന്ന് എടുക്കാതായപ്പോ രാവിലെ സുബഹി നിസ്കരിക്കാൻ കൂടി സമയമില്ലാതെ ഓട്ടം. റോഡ് നിറച്ചും ഇന്ന് സ്ത്രീകൾ നിറഞ്ഞ് കൈയടക്കിയിരിക്കുന്നു. ഈ കാഴ്ചന്ന് കാണുന്നത്. അപ്പൊ അതാണ് കാരണം. അപ്പൊ പെണ്ണുങ്ങൾക്ക് ചോദിച്ചോണ്ട് മറുപടി പറഞ്ഞാണ്. അപ്പൊ ആണിന് ആ രൂപത്തിലാണെങ്കിൽ പെണ്ണിന് ഈ രൂപത്തിലാണ് ഊരവേദന വരുന്നത്. വെറുതെ ഒന്നും അല്ല. എന്നിട്ട് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റൂളും തലയിൽ വെച്ചിട്ട് എങ്ങോട്ടാ കാക്ക സ്റ്റൂൾ ഏറ്റത്, പള്ളിക്ക് നിസ്കരിക്കാനാണെന്ന് പോകുന്ന രൂപത്തിൽ പോകുന്ന ആളുകളെയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നിസ്കാരം സഹിയാകൂലേ അത് മറ്റൊരു ചർച്ചയാണ്. അത് എത്രത്തോളം സഹിയാവുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് മറ്റു സമയത്ത് പറയാം. ഇനി യോഗ സംബന്ധിച്ചുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. നിസ്കാരത്തിലൂടെ ഒരുപാട് യോഗകൾ വരുന്നുണ്ട്.
ഇൻഷാ അല്ലാഹ് മറ്റു സമയത്ത് അതേക്കുറിച്ച് പറയാം. ഏതായിരുന്നാലും അനസ് റളിയല്ലാഹു തആല പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് തന്ന ഉപദേശത്തിൽ ഒന്നാമതായി തന്ന ഉപദേശം നീ വുളു ചെയ്യുമ്പോൾ പൂർണ്ണമായി വുളു ചെയ്യണമെന്നാണ്. അങ്ങനെ വുളു ചെയ്താൽ ഗുണം റസൂല വിശദീകരിച്ചു. പൂർണ്ണമായി വുളു ചെയ്താലുള്ള ഗുണം എന്താണെന്നറിയോ? നിനക്ക് ആയുസ് വർദ്ധിച്ചു കിട്ടും. ആയുസ് വർദ്ധിച്ചു കിട്ടും. ഇത് കേട്ടാൽ ഒരു പക്ഷേ നമുക്കൊക്കെ അങ്ങനെ പൂർണ്ണമായി ചെയ്യാനൊരു പൂതി തോന്നും. കാരണം ആയുസ് വർദ്ധിച്ചു കിട്ടുക എന്നെല്ലാവർക്കും താല്പര്യമാണ്. അത് ആഫിയത്തുള്ള നല്ല ആയുസ് കിട്ടും പൂർണ്ണമായി നമ്മൾ വുളു ചെയ്താൽ. പൂർണ്ണമായി വുളു ചെയ്താൽ നമുക്ക് നല്ല ആഫിയത്തോടു കൂടിയുള്ള ആയുസ് കിട്ടുന്ന. അപ്പൊ അതുകൊണ്ട് തന്നെ വുളു ചെയ്യുമ്പോൾ പൂർണ്ണതയിലെത്തിക്കുക. പെട്ടെന്ന് മരിക്കാൻ പൂതിയുള്ളവര് അങ്ങനെ ചെയ്യാതിരിക്കുക. പെട്ടെന്ന് അവിടെ മരിച്ചോണെന്ന് അങ്ങനെ ഉണ്ടല്ലോ പൂതി. അങ്ങനെ പൂതിയുള്ളവരുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ്. പെട്ടെന്ന് മരിക്കാൻ ഒരാൾ ആഗ്രഹിക്കരുത്. ഇനി ഒരാൾക്ക് മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെ ആഗ്രഹിക്കുക? പടച്ചവനെ, ജീവിതമാണ് എനിക്ക് ഹൈറെങ്കിൽ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട, മരണമാണ് എനിക്ക് ഹൈറെങ്കിൽ നല്ല ഈമാനോടുകൂടി എന്ന് മരിപ്പിക്കുക എന്ന് ദുആ ചെയ്യാം. റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചതാണ്. അങ്ങനെ ദുആ ചെയ്യാം. ഇതല്ലാത്ത രൂപത്തിൽ നമ്മൾ ആരും എന്ത് ചെയ്യരുത്? മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കാൻ പാടില്ല. എത്ര വിഷമമുണ്ടെങ്കിലും ക്ഷമിക്കുക. ക്ഷമിക്കാനുള്ള അല്ലാഹു തആല പഠിപ്പിച്ചത്. റസൂലുള്ളാഹി പഠിപ്പിച്ച് ക്ഷമിക്കാനല്ല, അപ്പൊ ക്ഷമിച്ചുകൊണ്ട് നമ്മൾ ആയുസ് നമുക്ക് അല്ലാഹു തആല കണക്കാക്കി നമ്മളിവിടെ അത് ഇബാദത്തിലൂടെ ചെലവഴിച്ച് നീക്കുക. ഏതായിരുന്നാലും നമുക്ക് നല്ല ആയുസ് കിട്ടാനുള്ള ഏറ്റവും നല്ല പോംവഴിയായി അനസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, നീ വുളു പൂർണ്ണമാക്കുക. രണ്ടാമത് കൊടുത്ത ഉപദേശം എന്താണെന്നറിയോ? റസൂലുള്ളാഹി തങ്ങൾ കാര്യമാണ് വസിയത്ത് ചെയ്തത്. അതിൽ രണ്ടാമത്തെ വിഷയം, എന്റെ സമുദായത്തിൽ നിന്ന് കണ്ടുമുട്ടുന്നവരോടൊക്കെ നീ സലാം പറയണമെന്നാണ്. കണ്ടുമുട്ടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അതിൽ ഇസ്തിസ്നയുണ്ട്. അതിൽ ഒഴിവാക്കപ്പെടുന്ന ചില വ്യക്തികളുണ്ട്. അമുസ്ലിങ്ങൾക്ക് സലാം പറയാൻ പാടില്ല, ഹറാമാണ്. അതേപോലത്തെ പുത്തൻ പ്രസ്ഥാനക്കാരായ ആളുകൾക്കൊന്നും സലാം പറയരുത്. ഇത്തരം ആളുകൾ, തമ്മാടികളായ ആളുകൾ, ഇതൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. ഈ ആളുകളോട് ഒഴിച്ചുള്ള മറ്റുള്ള സുന്ന ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന മുഴുവൻ ആളുകളോട് നിങ്ങൾ സലാം പറയുക. അതാണ് റസൂലുള്ളാഹിയുടെ സമുദായം എന്ന് പറയാനുള്ള കാരണം. റസൂലുള്ളാഹിയുടെ സമുദായം എന്ന് പറഞ്ഞാൽ അവിടെ സുന്നികൾ മാത്രമേ ഉള്ളൂ. മുജാഹിദും ജമാഅത്തും ഖാദിയാനും റസൂലുള്ളാഹിയുടെ സമുദായമാണ് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹിനെ പോലും വേണ്ട രൂപത്തിൽ അംഗീകരിക്കാത്ത അത്തരം ആളുകൾ എങ്ങനെ റസൂലുള്ളാഹിയുടെ സമുദായമായി മാറുക? അപ്പൊ അതുകൊണ്ട് തന്നെ സുന്നികളായ ആളുകളെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ സലാം പറയുക. അതാണ് റസൂലുള്ളാഹിയുടെ ഉപദേശം. സുന്നികളായ ആളുകളെ കണ്ടുമുട്ടിയാൽ, എന്റെ സമുദായത്തിൽ നിന്ന് കണ്ടുമുട്ടുന്നവരോട് എന്ന് പറഞ്ഞാൽ സുന്നികളായ ആളുകളെ കണ്ടുമുട്ടിയാൽ സലാം പറയുക. ഇങ്ങനെ സലാം പറഞ്ഞാലുള്ള ഗുണമെന്താ? റസൂൽ അതും പഠിപ്പിച്ചു. സലാം പറഞ്ഞാൽ അതിന് ഗുണമുണ്ട്. എന്നാൽ നിന്റെ ജീവിതത്തിൽ നിനക്കൊരുപാട് നന്മകൾ വർദ്ധിപ്പിച്ചു കിട്ടും. അപ്പൊ ആരെയാണോ സലാം പറയുന്നത്, അവൻ സലാം പറയുന്നതിന്റെ ജീവിതത്തിൽ അവന് ദുനിയവിയെയും ഉഖറവിയുമായ ജീവിതത്തിലൊക്കെ ഒരുപാട് നന്മകൾ അതുകൊണ്ടുണ്ടാകും. ഒരുപാട് പുരോഗതി അതുകൊണ്ടുണ്ടാകും. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. മൂന്നാമതായി അനസ് റളിയല്ലാഹു തആല പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് തന്ന മൂന്നാമത്തെ ഉപദേശം എന്താണെന്നറിയോ? നിന്റെ വീട്ടുകാരോട് നീ സലാം പറയുക. നീ നിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്തും നീ വീട്ടുകാരോട് സലാം പറയണം. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വീട്ടിന്റെ ഉമ്മരത്തിരിക്കുന്നത് ഉപ്പയാണ്, പ്രായം ചെന്ന ഉപ്പ. ഉപ്പയെ നെവർമെന്റ് ചെയ്തുകൊണ്ട് വീട്ടിൽ ഉള്ളിലേക്ക് കയറി പോകാൻ പാടില്ല. അല്ലെങ്കിൽ ഉപ്പനോട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടല്ല പോവേണ്ടത്. ആദ്യം തന്നെ സലാം പറഞ്ഞുകൊണ്ട് കയറുക. എന്നിട്ട് സലാം പറഞ്ഞുകൊണ്ട് തന്നെ കയറി നേരകത്തേക്ക് പോയിക്കോ, കുഴപ്പമില്ല. സലാം പറയാതെ വീട്ടിലേക്ക് കയറരുത്. ഞാൻ പണം കൊടുത്ത് ഗൾഫിൽ നിന്ന് അധ്വാനിച്ച മണലാരിലത്തിലൂടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ്. ഈ വീട്ടിന്റെ ഉമ്മറത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉപ്പ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ആ ഉപ്പനോട് ഞാൻ സലാം പറയാതെ വീട്ടിൽ കയറാൻ പറ്റില്ല എന്നാണോ എന്ന് ചിന്തിക്കരുത്. നിന്നെ കഷ്ടപ്പെട്ട് പൊച്ചു വളർത്തിയ നിന്റെ ഉപ്പയാണ്. അല്ലെങ്കിൽ നിന്റെ ആരാവട്ടെ, നീ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് നിന്റെ വീടാണെങ്കിൽ നീ എന്തായാലും സലാം പറയണം. മറ്റുള്ളവന്റെ വീടിനേക്കാൾ ഉപരിയായി നീ നിന്റെ വീട്ടിലേക്കാണ് സലാം പറയേണ്ടത്. ഇനി വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് ആരും ഇല്ലെങ്കിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ സലാം അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വന്തം തന്നെ സലാം പറയാം. അസ്സലാമു അലൈന, അല്ലാഹുവിന്റെ രക്ഷ ഞങ്ങൾക്കുണ്ടാവട്ടെ, അല്ലെ എനിക്കുണ്ടാവട്ടെ, അല്ലെ എന്റെ വീട്ടുകാർക്കുണ്ടാവട്ടെ എന്ന് സലാം പറയുക. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, നല്ല സജ്ജനങ്ങളായ എല്ലാ അടിമകൾക്കും ഉണ്ടാവട്ടെ എന്ന് സലാം പറയുക. ഇങ്ങനെയാണ് സലാം പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടത്. അങ്ങനെ വീട്ടിൽ കയറി ചെല്ലുമ്പോഴും വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ജോലിക്ക് വേണ്ടി പോകുമ്പോഴോ അല്ലെങ്കിൽ റൂമിൽ നിന്ന് നിങ്ങൾ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ റൂമിലുള്ള ആളുകളോട്
റൂമിൽ നിങ്ങളുടെ കൂട്ടുകാരാണുള്ളത്, കൂട്ടുകാരോട് എന്നാ പിന്നെ ഞാൻ പോയി വരട്ടെ, എന്റെ ഡ്യൂട്ടി സമയമായി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് സലാം പറഞ്ഞിറങ്ങി പോവുക. ഇങ്ങനെ സലാം പറയുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ടാകും? വിരലിലുണ്ടാവുന്ന കുറച്ച് ആളുകൾ മാത്രമേ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. ഞാൻ സാധാരണ വരുന്ന റൂമാണ് ഇത്, കമ്പനി എനിക്ക് തന്ന റൂമാണ്, എന്റെ റൂമിൽ എന്നെ പോലെ തന്നെയാണ് അയാളും, എന്നിട്ട് എന്റെ സലാം അയാൾക്ക് കൊടുക്കണോ? വേണം, കൊടുക്കണം. റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് സലാം കൊടുക്കണം. ഭാര്യയാണ് നിങ്ങളെ റൂമിലുള്ളത്, ഭാര്യയോട് സലാം പറഞ്ഞുകൊണ്ട് ഇറങ്ങണം. നിങ്ങളെ മകനാണ് അല്ലെങ്കിൽ മകളാണ്, ചെറിയ കുഞ്ഞാണ് നിങ്ങളുടെ അടുത്തുള്ളത്, അവരോട് സലാം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്തും സലാം പറയണം. റസൂലുള്ളാഹി തങ്ങൾ അനസ് റളിയല്ലാഹു തആല അൻഹു ഉപദേശിച്ച ഉപദേശമാണ്. അങ്ങനെ വീട്ടുകാരോട് സലാം പറഞ്ഞാലോ നിന്റെ വീട്ടിൽ ഒരുപാട് ഗുണം അതുകൊണ്ടുണ്ടാകും. റസൂലുള്ളാഹി പഠിപ്പിച്ചതാ. അങ്ങനെ സലാം പറഞ്ഞാൽ വീട്ടിൽ ഒരുപാട് ഗുണം അതുകൊണ്ടുണ്ടാകും. ഒരുപാട് വിഷമങ്ങൾ വീട്ടിൽ നിന്ന് മാറിപ്പോകും, ഒരുപാട് ഐശ്വര്യങ്ങൾ വീട്ടിൽ ഉണ്ടാകും, ഒരുപാട് ബർക്കത്ത് അല്ലാഹു തആല വീട്ടിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്തേ? ഒരു സലാം പറഞ്ഞു എന്ന കാരണം കൊണ്ട്. നമുക്ക് വല്ലതും നഷ്ടമുണ്ടോ? ഒരു സലാം പറയുമ്പോൾ നമുക്ക് വല്ലതും നഷ്ടപ്പെടാനുണ്ടോ? ഒരുപാട് എനർജി നഷ്ടപ്പെടുത്തേണ്ട ആവശ്യം നമുക്കുണ്ടോ? ഒന്നുമില്ല. നമ്മൾക്കൊരു ചെറിയ ഒരു സെക്കൻഡോ 2 സെക്കൻഡിൽ ഒതുങ്ങുന്ന ഒരു സലാം, അത് സലാം പറയുമ്പോൾ കഴിയുന്ന പരമാവധി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് നമ്മൾ സലാം പറയുക. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു നിർത്താതെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് നമ്മൾ സലാം പറയുക. അപ്പൊ ഈ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞു, വീട്ടിൽ കയറിയ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുക. അത് നമ്മൾ ഓതണം. വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് കൂടുതലായ വിഷയങ്ങൾ നമുക്ക് പറയാം. ഇപ്പം നമ്മൾ സലാമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് സലാമിന്റെ വിഷയം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് മറ്റു ക്ലാസ്സിൽ അതേക്കുറിച്ച് നമ്മൾ സംസാരിക്കാം. ഒരു വിഷയത്തിനടുക്ക് മറ്റൊരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊന്നും തിരിയാതെ പോകും. അതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമില്ലാത്തതുകൊണ്ടല്ല. ഇനി അങ്ങനത്തെ ആളുകൾക്ക് പ്രൈവറ്റ് ആയിട്ട് ഇൻഷാ അല്ലാഹ് ഒരു പ്രൈവറ്റ് മെസ്സേജ് ഞാൻ അങ്ങോട്ട് വിട്ടു തരുന്നുമുണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാം. ഏതായിരുന്നാലും അനസ് റളിയല്ലാഹു തആല പറഞ്ഞു, 4ാമത് റസൂലുള്ളാഹി തങ്ങൾ എനിക്കൊരു ഉപദേശം നൽകി. 4ാമത്തെ ഉപദേശം എന്താണ്? നീ ളുഹാ നിസ്കരിക്കുക. ഇതാണ് നമുക്ക് പലർക്കും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലുള്ളൊരു സുന്നത്സ്കാരം. ളുഹാ നിസ്കാരം എന്നുള്ളത് നമ്മൾ എപ്പോഴും മറന്നുപോകുന്നു. അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞെടുത്ത നിസ്കാരമാണ്. അനസേ, നീ ളുഹാ നിസ്കരിക്കുക. കാരണം നിന്റെ മുൻകാലക്കാരായ ആളുകളുടെ നിസ്കാരമാണ്. മുൻകാലക്കാരായ ആളുകൾ അവാബിങ്ങളോടൊക്കെ നിസ്കാരമാണ് ആ ളുഹാ നിസ്കാരം. അതുകൊണ്ട് ആ ളുഹാ നീ നിസ്കരിക്കുക. നമ്മളെ കൂട്ടത്തിൽ ളുഹാ നിസ്കരിക്കുന്ന ആളുകൾ ഒന്ന് യെസ് അടിച്ച് എല്ലാം ഒന്ന് ഉണരട്ടെ. നിത്യമായ ളുഹാ നിസ്കരിക്കുന്ന ആളുകൾ ഒന്ന് യെസ് അടിക്കി കാണട്ടെ. ആരുമില്ലേ? നിത്യമായി ളുഹാ നിസ്കരിക്കുന്ന ആളുകൾ വരട്ടെ, എല്ലാവരും ഒന്ന് അടിക്കി. നിത്യമായി ചെയ്യുന്ന ആളുകൾ കേട്ടോ, ഇടവിട്ട് ചെയ്യുന്നവരോടല്ല പറഞ്ഞ്. നിത്യമായി ളുഹാ നിസ്കരിക്കുന്ന ആളുകൾ ഒന്ന് യെസ് അടിക്കി. ഇത്രയും ആളുകളാണ് നിത്യമായി ളുഹാ നിസ്കരിക്കുന്നവരുള്ളത്. ഇനി ഇടവിട്ടൊക്കെ നമ്മൾ ളുഹാ നിസ്കരിക്കുന്നവരൊന്ന് യെസ് അടിക്കി. ഇടവിട്ട ളുഹാ നിസ്കരിക്കുന്നവർ എന്നും നിസ്കരിക്കാറില്ല, എന്നാലും കിട്ടുന്ന സമയത്തൊക്കെ ളുഹാ നിസ്കരിക്കാറുണ്ട്. എല്ലാ ആഴ്ചയിലും അല്ല, ആഴ്ചയിലും ഒന്നല്ല കേട്ടോ പറഞ്ഞ്. ചില ആളുകൾ അങ്ങനെ ഉണ്ട്. ജുമാ ദിവസം പള്ളിയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് എല്ലാം കൂടി ഒറ്റയടിക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ളുഹാ നിസ്കാരവും തഹിയ്യത്ത് നിസ്കാരവും എല്ലാം കൂടി ഒന്നിച്ച നിസ്കാരം, ആ നിസ്കാരത്തെ കുറിച്ചല്ല പറഞ്ഞത്. ഇടവിട്ട സമയം കിട്ടുമ്പോഴൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ ഇത്രയും പേര് അത് നിസ്കരിക്കുന്നുണ്ട്. ഇനി ക്ഷമിക്കാറുണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കൂട്ടത്തിൽ ഇനി ളുഹാ കഴിവിന്റെ പരമാവധി നിസ്കരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാൻ കഴിയുന്ന ആളുകളൊന്ന് യെസ് അടിക്കുക. കഴിവിന്റെ പരമാവധി ളുഹാ നിസ്കരിക്കാൻ ശ്രമിക്കും എന്നുമെന്ന് നമ്മൾ പറയണ്ട. കഴിവിന്റെ പരമാവധി ളുഹാ നിസ്കരിക്കാൻ കഴിയും, ശ്രമിക്കും എന്നുള്ള ആ ഒരു പ്രതിജ്ഞയുള്ള ആളുകൾ ഒന്ന് യെസ് അടിക്കുക. മാഷാ അല്ലാഹ്, അതിലും ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അപ്പൊ അനസ് റളിയല്ലാഹു തആല അനുവിനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു, നീ ളുഹാ നിസ്കരിക്കണം. അപ്പൊ ളുഹാ നിസ്കാരം സംബന്ധിച്ച് നമ്മൾ മറന്നു പോകാൻ പാടില്ല. എല്ലാവരും ളുഹാ നിസ്കരിക്കുക. ളുഹാ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയൊരു വിഷയം നിങ്ങളോട് പറയണമെന്നൊരു മൈക്ക് ചോദിച്ചുകൊണ്ട് എൻ്റെ കൂടെയുള്ള
ഇ കെ തറവാട്ടിലെ ഇ കെ കാസിം ഹസനി ഒരു മിനിറ്റ് മൈക്ക് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തോ ദുഹാ സംബന്ധിച്ചെന്തോന്ന് പറയാണ്ട് തോന്നുന്നു. ഏതായിരുന്നാലും അദ്ദേഹത്തിലേക്ക് മൈക്ക് മാറുന്നു. അദ്ദേഹത്തിന് പറയാനുള്ള വിഷയങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഓരോ അമലുകൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്കൊക്കെ ആഗ്രഹങ്ങളുണ്ടാകും. അത് ചെയ്യണം, ഇത് ചെയ്യണം, പ്രാവർത്തികമാക്കണം എന്നൊക്കെ. ഇപ്പോൾ ദുഹാ നിസ്കാരത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ പലർക്കും സംശയമുണ്ടാകും, എങ്ങനെ അത് ദിവസവും ചെയ്ത് നമ്മളിങ്ങനെ സ്ഥിരമായി ചെയ്തുകൊണ്ട് എങ്ങനെ അത് മുന്നോട്ട് പോകും എന്ന് സംശയം ഉണ്ടാകും. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ളൊരു മാർഗമുണ്ട്. നമ്മളെല്ലാവരും മിക്കവാറും രാവിലെ കുളിക്കുന്നവരാണ്. ലുഹായുടെ സമയം എല്ലാവർക്കും അറിയാമല്ലോ. രാവിലെ സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞാലാണ് ലുഹയുടെ സമയമാവുക. അത് ലുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ 20 മിനിറ്റ് മുമ്പ് വരെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇടക്കാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് ലുഹാ നിസ്കാരം എന്നുള്ളത്. പ്രാവർത്തികമാക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മളെല്ലാവരും രാവിലെ കുളിക്കുന്നവരാ. മിക്കവാറും ജോലിക്ക് പോകാൻ വേണ്ടിയോ അല്ലാത്ത ആവശ്യത്തിന് വേണ്ടിയോ ഉച്ചന്റെ മുമ്പായിട്ട് എങ്ങനെയായാലും കുളി വരും. ഏതായാലും അങ്ങനെ കുളിക്കുന്ന അവസരത്തിൽ ഇനി സ്ത്രീകളാണെങ്കിലും അവർക്ക് അവരുടെ ജോലികളും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ അടുക്കാണെങ്കിലും രാവിലത്തെ അടുക്കള പണികളൊക്കെ കഴിഞ്ഞാൽ കൈയും പാത്രങ്ങളൊക്കെ കഴുകി ആ കൂട്ടത്തിൽ, അപ്പോൾ കുളി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ജോലികളൊക്കെ കഴിയുന്ന കൂട്ടത്തിൽ നമ്മൾ ആ കയ്യും കാലും കഴുകുന്നതൊന്ന് നിജത്തോടു കൂടി നീട്ടി കഴുകിയാൽ വുളുവായി. അതേസമയം കുളിക്കുന്നവരാണെങ്കിൽ ആ കുളി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുളിയുടെ മുമ്പ് ചെയ്യുന്ന സുന്നത്ത് നിലനിർത്തിക്കൊണ്ട് മുറിയാതെയോ അല്ലെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷം ഒന്ന് വുളു എടുക്കുക. ആ വുളുവോടുകൂടി തന്നെ വുളു മുറിയാതെ നമ്മൾ ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മമാണ് 2 റക്അത്ത് ളുഹാ നിസ്കാരം. അതിന് വേറെ നമ്മൾ സമയം കുറെ ആലോചിച്ച് ചിന്തിച്ച് അതങ്ങനെ എങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്നാൽ ഒരു കാലത്ത് നമുക്കൊരമലും ചെയ്യാൻ കഴിയില്ല. ഈ രൂപത്തിൽ നമ്മൾ ആ കുളി കഴിഞ്ഞ് വുളു എടുത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പായിട്ട് ജോലിക്ക് പോകുകയാണെങ്കിൽ അതിന്റെ മുമ്പ്, അതല്ലെങ്കിൽ കല്യാണത്തിന് പോവുകയാണെങ്കിൽ അതിന്റെ മുമ്പ്, ഏതായാലും ആ സമയത്ത് ഉടനെ തന്നെ നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ ളുഹ എന്ന സുന്നത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്ത് ശീലിച്ചു കൊണ്ടുവരാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഉസ്താദ് നേരത്തെ ചോദിച്ചു, സ്ഥിരമായിട്ട് നമുക്ക് ചെയ്യാനൊരു പ്രതീക്ഷയുള്ളവര് കൈവെക്കാനോ അതല്ലെങ്കിൽ യെസ് അടിക്കാനൊക്കെ പറഞ്ഞു. അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ ഇന്ന് ജീവിക്കുന്നു, നാളെ നമ്മൾ ജീവിക്കുകയോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഉറപ്പൊന്നുമില്ല. പല ആളുകൾക്കുമുള്ളൊരു പ്രശ്നമാണ് സ്ഥിരമായിട്ട് ചെയ്യാൻ കഴിയാതെ ഞാൻ ഇന്ന് മാത്രം ചെയ്തിട്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നൊരു ചിന്ത. അത് വളരെ വലിയൊരു വിഡ്ഢിത്തരമാണ്. കാരണം നമ്മൾ എത്ര കാലം ജീവിക്കും എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ടൈമും അതുപോലെ തന്നെ കാലാവധിയും നമുക്കറിയാത്ത നമ്മൾ നാളെ നമുക്ക് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് ഇന്ന് ചെയ്യാതിരിക്കുക എന്നുള്ളത് വലിയ വിഡ്ഢിത്തരമല്ലേ? അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു വിഡ്ഢിത്തരം മാറ്റി നിർത്തിയിട്ട് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഇന്ന് ചെയ്യുക. നാളെ കഴിഞ്ഞാൽ ചെയ്യുക, കഴിഞ്ഞിട്ടില്ലെങ്കിലോ അള്ളാഹുവിനോട് അതിന് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എനിക്ക് ചെയ്യാൻ തൗഫീഖ് ഉണ്ടാണെന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെയായാൽ നമുക്ക് അമലുകൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലാതിരുന്നാൽ നമുക്കൊരു കാര്യവും മുന്നിലത്തെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഏതായാലും നിങ്ങൾ ഈ രൂപത്തിലൊരു പരീക്ഷണം നടത്തി നോക്കിയാൽ നിങ്ങൾക്കത് വലിയ ഫലം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ളുഹാ നിസ്കാരത്തിന്റെ സമയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സൂര്യൻ ഉദിച്ചുയർന്ന് 20 മിനിറ്റ്, അഥവാ ഒരു കുന്തത്തിന്റെ കതിർ എന്നാണ് നമ്മൾ മുമ്പൊക്കെ പറയുക. അത് 20 മിനിറ്റ് ആയിട്ടാണ് ഉസ്താദുമാരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനുശേഷം അഥവാ നമ്മൾ സാധാരണ പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയമൊക്കെ ആകുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ളുഹറിന്റെ മുമ്പ് ഒരു 20 മിനിറ്റ്, നട്ടുച്ചയുടെ മുമ്പ് വരെയുള്ള സമയത്ത് ളുഹാ നിസ്കാരം നിസ്കരിക്കാം. 12 റക്അത്താണ് ഇതിന്റെ പരമാവധി റക്അത്തുകൾ. എന്നാൽ 8 റക്അത്ത് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളൽ. 2 റക്അത്ത് നിസ്കരിച്ചാലും ളുഹയുടെ സുന്നത്ത് ലഭിക്കും. ളുഹയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ദിവസേന നമ്മൾ ഓരോ കണുപ്പിനും ഓരോ സന്ധിക്കും
ധർമ്മം ചെയ്യണമെന്നാണ്. അപ്പോൾ 360 സന്ധികളുള്ള നമ്മുടെ ശരീരത്തിന്റെ ധർമ്മം ചെയ്യാൻ 1 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ 360 രൂപ വേണ്ടിവരും. നമ്മൾ ചെയ്യുന്ന ദിക്റുകളും സ്വലാത്തുകളെല്ലാം ധർമ്മമായി കണക്ക് കൂട്ടും. അതിനെല്ലാം പകരമായി ഈ ഒരു 2 റക്അത്ത് മാത്രം മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് സമയം ഇതാണ്. ഇനി അതിന്റെ നിയ്യത്ത് മുസല്ലി സുന്നത്ത സ്വലാത്തുൽ ളുഹ എന്ന് മാത്രം മതി. ളുഹ നിസ്കാരം ഞാൻ 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് നിസ്കരിച്ചാൽ മതി. ഈ ഒരു വിഷയം മുമ്പൊരിക്കൽ 1-2 സദസ്സിൽ വെച്ച് ഞാൻ പറഞ്ഞപ്പോൾ പിന്നീട് എന്നോടൊരു സഹോദരൻ പറയുകയുണ്ടായി, ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞു തന്നതുകൊണ്ട് അതിൻ്റെ പ്രാവർത്തിക രൂപം എനിക്ക് മനസ്സിലാവുകയും ഞാനതിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് എന്നും എന്നോട് ഉണർത്തുകയുണ്ടായി. അതുകൊണ്ട് നിങ്ങൾക്കും അത് ഉപകാരപ്പെടുമെന്ന പ്രതീക്ഷയിലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഉസ്താദ് ഞാൻ സംസാരിക്കുന്നത് കേട്ട് പെട്ടെന്ന് വന്ന് ഈ വിഷയം സംബന്ധിച്ച് 1-2 വിഷയം പറയണമെന്ന് അങ്ങനെയാണ് മൈക്ക് ഉസ്താദിന്റെ കൈമാറിയത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മൾ രാവിലെ കുളിക്കുന്ന സമയത്ത് ഏതായിരുന്നാലും കുളിക്കല്ലോ, ആ സമയത്തൊക്കെ നമ്മളൊന്ന് ഒരു ഉളു എടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ നിസ്കരിക്കുന്ന ഒരു രീതി അങ്ങനെ കൊണ്ടു നടന്നാൽ അതിന് പ്രത്യേകമായ ടൈമും കാര്യങ്ങളൊന്നും നോക്കി ബേജാറായി ബുദ്ധിമുട്ടായി നടക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ സ്ഥിരമായി നമുക്ക് ചെയ്തു പോകാൻ കഴിയും. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ ഉസ്താദിന് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഇൽമിലൊക്കെ ബർക്കത്ത് ചൊരിഞ്ഞെടുക്കുമാറാവട്ടെ. അപ്പൊ അനസ് റളിയല്ലാഹു തആല പറഞ്ഞു, 4 സമയത്ത് 5 ഉപദേശത്തിൽ 4ാമത്തെ ഉപദേശമായി വന്നത് നീ ളുഹാ നിസ്കരിക്കൂ എന്നുള്ളതായിരുന്നു. 5ാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു തആല കൊടുത്ത ഉപദേശം, അനസേ നീ ചെറിയ ആളുകളെ സ്നേഹിക്കുകയും വലിയവരെ ബഹുമാനിക്കുകയും ചെയ്യണം. നീ ചെറിയ ആളെ സ്നേഹിക്കുകയും വലിയവരെ ബഹുമാനിക്കുകയും ചെയ്യണം. ചെറിയ ആളുകളോട് കരുണയുള്ള ആളാവണം, വലിയ ആളുകളോട് നല്ല ബഹുമാനമുള്ള ആളുമായി നീ മാറണം. അങ്ങനെ ചെറിയ ആളുകളെ സ്നേഹിക്കുകയും വലിയ ആളുകളെ ബഹുമാനിക്കുകയും ചെയ്താലോ, ഇങ്ങനെ വന്നാൽ നാളെ അന്ത്യനാളിൽ നീ എന്റെ മിത്രമായി മാറുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അപ്പൊ ഇങ്ങനെ 5 ഉപദേശമാണ് അനസ് റളിയല്ലാഹു തആല കൊടുത്തത് എന്ന് അനസ് റളിയല്ലാഹു എന്ന് പറയുന്നു. അപ്പൊ അതിൽ നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ടിട്ടുള്ളത് സലാമിന്റെ വിഷയമാണ്. 2 സ്ഥലത്ത് സലാമിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, അറിയുന്ന എല്ലാ സുന്നികളായ ആളുകളോടും സലാം പറയണമെന്ന ഒരു ഉപദേശവും, 2ാമത് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്തും വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുന്ന സമയത്തും ഒക്കെ സലാം പറയണമെന്ന ഒരു വിഷയം കൂടും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഒരാളുമില്ലാതെ അടഞ്ഞു കിടക്കുന്ന ഒരു വീടാണെന്ന് വിചാരിക്കാം. ഇനി നമ്മളെ വീട് തന്നെ ആവട്ടെ, അല്ലെങ്കിൽ വേറൊരാളെ വീടാവട്ടെ, അടഞ്ഞു കിടക്കുന്ന ആൾതാമസമില്ലാത്തൊരു വീടാണ്. അങ്ങനെ ഒരു വീട്ടിലേക്ക് കയറിയാലോ, അവിടെ വേറൊരു ദിക്റും കൂടി ചെല്ലാനുണ്ട്. അവിടെ സലാം പറയുന്നതിന് മുമ്പ് ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി എന്ന് ആദ്യം അങ്ങോട്ട് പറയണം. അവിടെ കയറി ചെല്ലുമ്പോൾ, കാരണം ഒരാളും ഇല്ലാത്ത വീടാണ്. അപ്പൊ അള്ളാഹിന്റെ പേര് കൊണ്ടും അള്ളാഹിനെ സ്തുതിച്ചും കൊണ്ടേ അങ്ങോട്ട് കയറി ചെല്ലാവൂ. കാരണം അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നൊന്നും പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആളൊഴിഞ്ഞ വീടായതുകൊണ്ട് പേടിപ്പെടുത്തുന്ന വല്ലതും ഉണ്ടോ, ഒന്നും അറിയാത്തത് കൊണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി. ഇത് കഴിഞ്ഞിട്ട് അസ്സലാമു അലൈന മിൻ റബ്ബിന അസ്സലാമു അലൈന മിൻ റബ്ബിന അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് ഇങ്ങനെ സലാം പറയണമെന്നാണ്. എങ്ങനെ? ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാമു അലൈന മിൻ റബ്ബിന അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയണമെന്ന് ഇബ്നു കസീറിന്റെ 3ാം വാള്യം 306-ാമത്തെ പേജിൽ കാണാം. അപ്പൊ ആരുമില്ലാത്ത വീട്ടിൽ ചെന്ന് അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറഞ്ഞാൽ മലക്കുകൾ ആ സലാം മടക്കുമെന്ന് ഖതാദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായിട്ടും ഹദീസിൽ നോക്കിയാൽ കാണാൻ കഴിയും. അപ്പൊ ഒരാളുമില്ലാത്ത വീട്ടിൽ ആരുമില്ലല്ലോ, ഇത് ഞാൻ വെറുതെ ഒരു പൊട്ടത്തരം പറയുകയാണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. കാരണം അവിടെ ആരുണ്ട്? മലക്കുകളുണ്ട്. അപ്പൊ ഈ സലാമിന് മലക്കുകൾ അത് മടക്കും.
മലക്കുകൾ മടക്കുക തന്നെ ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾക്ക് സലാം പറയാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഒരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ആരുമില്ലെങ്കിൽ വേറെ സ്ഥലത്ത് കാണാം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയണം. അത് സുന്നത്താണ്. അതുപോലെ തന്നെ പള്ളിയിലോ അല്ലെങ്കിൽ മറ്റൊരാളുടെ വീട്ടിലോ കടക്കുമ്പോൾ ആരുമില്ലെങ്കിൽ സലാം പറഞ്ഞ് അസ്സലാമു അലൈക്കും അഹ്ലൽ ബൈത്തി വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നും കൂടി ചൊല്ലൽ സുന്നത്താണ് എന്ന് അദ്കാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അസ്സലാമു അലൈക്കും അഹ്ലൽ ബൈത്തി വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാണ് നമ്മൾ ചൊല്ലേണ്ടത്. അപ്പൊ ഈ കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരാളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയാതെ വീട്ടിൽ കയറാൻ പാടില്ല എന്നാണ്. അന്യ വീട്ടിൽ സമ്മതമില്ലാതെ കയറി ചെല്ലാൻ പാടില്ല. സമ്മതം ഉണ്ടെങ്കിലേ ഒരു വീട്ടിൽ കയറി ചെല്ലാവും. സമ്മതമില്ലാതെ ഒറ്റ വീട്ടിലും കയറാൻ പാടില്ല. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല പറയാണ്, ഒരിക്കൽ അബൂ മൂസൽ അശ്അരി എന്ന അബ്ദുല്ലാഹിന് ഖൈസ് റളിയല്ലാഹു തആല ഞങ്ങളോ പറഞ്ഞു. അബൂ മൂസൽ അശ്അരി എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായ അബ്ദുല്ലാഹിബ്നു ഖൈസ് റളിയല്ലാഹു തആല ഞങ്ങളോട് പറഞ്ഞു. ആര് പറയാ? അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല വിശദീകരിക്കാം. ഒരു ദിവസം ഞങ്ങളോട് വന്ന് പറഞ്ഞു, മഹാനവർകൾ ഞങ്ങളോട് പറഞ്ഞു, ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടത്രേ. ആരോട്? അബ്ദുല്ലാഹിബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമർ റളിയല്ലാഹു തആലയുടെ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്ന്. അങ്ങനെ ഖൈസ് റളിയല്ലാഹു പറയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടുവാതിക്കൽ ചെന്നിട്ട് 3 പ്രാവശ്യം സലാം പറഞ്ഞു. 3 പ്രാവശ്യം ഞാൻ സലാം പറഞ്ഞു. പക്ഷേ യാതൊരു പ്രതികരണവുമില്ല. 3 പ്രാവശ്യം സലാം പറഞ്ഞിട്ടും യാതൊരു പ്രതികരണവും കിട്ടാതായപ്പോ ചിലപ്പോ ഉമർ റളിയല്ലാഹു എന്തോ തിരക്കിലായിരിക്കും, സലാം പറഞ്ഞ കേട്ടിട്ടുണ്ടാവില്ല. ഏതായിരുന്നാലും 3 ദിവസം 3 പ്രാവശ്യം ചെന്ന് സലാം പറഞ്ഞിട്ടും പ്രതികരണമില്ലാതായപ്പോ ഞാൻ അവിടുന്ന് പോന്നു. പിന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് കയറിയില്ല. അപ്പൊ നമുക്കും ചെയ്യേണ്ട ഒരു കാര്യമാണ്, 3 പ്രാവശ്യം സലാം പറഞ്ഞിട്ടും സലാം മടക്കിയില്ലെങ്കിൽ പിന്നെ വീട്ടിലേക്ക് കയറാൻ പാടില്ല എന്ന്. അത് കണക്കങ്ങനെ തന്നെ 3 പ്രാവശ്യമാണ്. ചില ആളുകൾ പറഞ്ഞു അത് 3-ലധികം വർദ്ധിപ്പിക്കാം. പക്ഷെ ഏറ്റവും ഉത്തമമായ മാതൃകയുള്ളത് 3 പ്രാവശ്യം മതിയെന്ന്. അതിനുശേഷം നമുക്ക് പറയാം. അപ്പൊ 3 പ്രാവശ്യം സലാം പറയേണ്ടതുള്ളൂ. അത് കഴിഞ്ഞിട്ടും മടക്കിയിട്ടില്ലെങ്കിൽ ആ വീട്ടുകാരന് നമ്മൾ വീട്ടിലേക്ക് കയറുന്നത് ഇഷ്ടമില്ല എന്നായിരിക്കും ഒരുപക്ഷെ അതിനർത്ഥം. അല്ലെങ്കിൽ അവൻ കേൾക്കാത്തത് കൊണ്ടായിരിക്കും. ഏതായിരുന്നാലും അവനെന്തോ തിരക്കിലാണ്, അതുകൊണ്ട് ആ വീട്ടിലേക്ക് പ്രവേശിക്കണ്ട എന്ന് മനസ്സിലാക്കി നമ്മൾ തിരിച്ചു പോരുകയാണ് വേണ്ടത്. ഇതേപോലെ തന്നെയാണ് അബ്ദുല്ലാഹിബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല വീട്ടിലെത്തി 3 പ്രാവശ്യം സലാം പറഞ്ഞിട്ടും സലാം അടക്കാതിരുന്നപ്പോൾ അദ്ദേഹം തിരിച്ചു പോന്നു. പിന്നീട് ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഖൈസ് റളിയല്ലാഹു തആലയെ കണ്ടുമുട്ടി. ആ സമയത്ത് ഉമർ റളിയല്ലാഹു ചോദിക്കുക, എന്താ നിങ്ങളോട് ഞാൻ എന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞില്ലായിരുന്നോ? വീട്ടിലേക്ക് വരാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു, പിന്നെ നിങ്ങൾക്ക് എന്താണ് തടസ്സം സംഭവിച്ചത്? എന്തുകൊണ്ടാണ് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരാതിരുന്നത് എന്ന് പിന്നീട് ഒരു ദിവസം ഉമർ റളിയല്ലാഹു തആല അൻഹു ഖൈസ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ചോദിച്ചു. അപ്പോൾ ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നിരുന്നു, 3 പ്രാവശ്യം ഞാൻ സലാം പറഞ്ഞിരുന്നു. പക്ഷേ വീട്ടിൽ നിന്ന് യാതൊരു പ്രതികരണവും ഇല്ലാത്തതിനാൽ അന്യരുടെ വീട്ടിൽ പ്രവേശിക്കാൻ 3 തവണ അനുവാദം തേടിയിട്ടും അനുവാദം കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോയിക്കൊള്ളണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് എന്ന് ഖൈസ് റളിയല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അഥവാ ഉമർ റളിയല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ തെളിവ് കൊണ്ട് തരണമെന്ന് പറഞ്ഞു. വല്ലാതെ വർത്താനം പറഞ്ഞു. തെളിവ് കൊണ്ട് തരണം റസൂൽ അങ്ങനെ പറഞ്ഞിട്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്നെ അടിച്ച് ഞാൻ വേദനിപ്പിക്കുമെന്ന് പറഞ്ഞു. കാരണം ഉമർ റളിയല്ലാഹു ആ ഹദീസ് കേട്ടിട്ടില്ല. ഉമർ റളിയല്ലാഹു ആ വിഷയം അറിഞ്ഞിട്ടില്ലായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ പറഞ്ഞ വിഷയം ഉമർ റളിയല്ലാഹു തആല എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിനക്ക് അടി കിട്ടും, വേഗം അതിനെ തെളിവ് കൊണ്ടെത്തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അബൂ സഈദ് റളിയല്ലാഹു തന്നെ പറയാണ്, ഈ നേരത്തെ പറഞ്ഞ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു പറയാണ്, അങ്ങനെ ഈ ഖൈസ് റളിയല്ലാഹു തആല എന്റെ അടുത്ത് വന്നു. അങ്ങനെ ഞാൻ എന്നോട് ഈ വിഷയം പറഞ്ഞു, ഇങ്ങനെ ഒരു തെളിവുമായി ചെല്ലണമെന്ന് ഉമർ റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ തെളിവ് എന്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഉമർ റളിയല്ലാഹു വീട്ടിലേക്ക് ഖൈസിന്റെ കൂടെ പോയി. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി. അങ്ങനെ ഉമർ റളിയല്ലാഹു വല്ലാതെ വിശ്വാസം വന്നു എന്നതാണ് ചരിത്രം. അപ്പൊ നമുക്കിവിടെ പഠിക്കാനുള്ള വിഷയം എന്താ? ഈ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വീട്ടിലേക്ക് കയറി ചെന്നാൽ 3 പ്രാവശ്യം സലാം പറയണം. അതാ 1 പ്രാവശ്യം പറഞ്ഞ് മടക്കിയിട്ടില്ലെങ്കിൽ, 3 പ്രാവശ്യത്തിൽ 1 പ്രാവശ്യം സലാം മടക്കിയിട്ടില്ല എന്നാൽ നമ്മൾ ആ വീട്ടിൽ നിന്ന് 2ാമതൊന്നും കൂടി പറഞ്ഞു നോക്കണം.
ഇങ്ങനെ 3 തവണ സലാം പറഞ്ഞിട്ടും വീട്ടിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞിങ്ങ് പോരണം. പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല. ഇനി ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ പെണ്ണേ ഉള്ളെങ്കിലോ, ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ, ഒക്കെ പോയി തിരിച്ച് സലാം പറയാൻ പറ്റുമോ? അന്യപുരുഷനോട് അന്യപെണ്ണ് സലാം പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സലാം അടക്കിയില്ല. അപ്പോൾ സലാം അടക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ സലാം അടക്കിയില്ല എന്ന് തിരിച്ചു വരാൻ പറ്റുമോ? പറ്റൂല. അതേ സമയത്ത് ആ പെണ്ണ് ഈ 3 പ്രാവശ്യം സലാം പറയുമ്പോൾ അതിന് മറുപടി കൊടുക്കണം. സലാം കൊണ്ടല്ല, കയറി ഇരുന്നോളൂ, അദ്ദേഹം ഇവിടെ ഇല്ല, ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ അവിടെ കയറി ഇരുന്നോളൂ, അതേ ഇവിടെ ഇല്ല, അല്ലെ അദ്ദേഹം പുറത്തു പോയതാണെങ്കിൽ പിന്നെ വരൂ, എന്തെങ്കിലും ഒരു മറുപടി അകത്തുനിന്ന് കൊടുത്താൽ മതി. അപ്പൊ വീട്ടിലിരിക്കുന്നവൻ അറിവില്ലാത്ത ആളാണെങ്കിലോ എന്നൊരു ചോദ്യം. വീട്ടിലിരിക്കുന്ന ആൾ അറിവില്ലാത്ത ആൾ സലാം പറഞ്ഞാൽ മടക്കണം എന്ന് അറിവില്ലാത്ത ആളുണ്ടാകുമോ? ഇനി വീട്ടിലേക്കല്ല കയറി ചെല്ലുന്നത്. ഇനി സലാം അടക്കിയിട്ടില്ലെങ്കിൽ അതിന് യോജിച്ചെന്തെങ്കിലും മറുപടി കിട്ടിയാൽ അങ്ങോട്ട് കയറി ചെല്ലാം. ഒന്നും വിട്ടുന്നില്ലെങ്കിലോ തിരിഞ്ഞു പോരുകയും ചെയ്യാം. ഒരു വലിയ ചരിത്രത്തിൽ ചെറിയ സ്ഥലത്ത് കാണാം, റസൂലുള്ളാഹി തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല 3 ആളും കൂടി വിശന്നുകൊണ്ട് ഒരു വീട്ടിലേക്ക്, ഒരു അൻസാരിയുടെ വീട്ടിലേക്ക് കയറി ചെന്ന ചരിത്രം. 3 പ്രാവശ്യം സലാം പറഞ്ഞിട്ടും അതിനകത്തുനിന്ന് മറുപടി കിട്ടാതെ അപ്പോൾ അവർ തിരിഞ്ഞു പോരുന്ന സമയത്താണ് അകത്തുനിന്ന് ഒരു വിളിവെച്ചത്, ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്, നബിയെ ഇവിടെ ആളുണ്ട്, പക്ഷേ ഭർത്താവ് വെള്ളമെടുക്കാൻ പുറത്തു പോയതാ, നബിയെ നിങ്ങൾ കയറിയിരിക്കണം എന്നൊരു സ്വാഗത വാക്ക് വന്നത്. പെണ്ണുങ്ങളായിരുന്നു. അകത്തുനിന്ന് സഹോദരിയായിരുന്നു സംസാരിച്ചത്, സലാം അടക്കാതിരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ സഹാബത്ത് തിരിഞ്ഞു പോകുന്ന കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, ഇവിടെ ആളുണ്ട്, പക്ഷേ റസൂൽ കയറി ഇപ്പൊ വരും, ആള് വെള്ളം എടുക്കാൻ പുറത്തു പോയതാണ്. അപ്പൊ ഈ ഒരു രൂപം നമുക്കും ചെയ്യാം. അപ്പൊ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം അടക്കണമെന്നല്ല, സലാം പറയുമ്പോഴേക്ക് വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ പെണ്ണ് സലാം അടക്കിക്കൊണ്ട് മുമ്പിലേക്ക് വന്ന് കസാര ഇട്ട് കൊടുക്കാതെ കണ്ട അവർക്ക് അകത്ത് മറിഞ്ഞിരിക്കുക. അന്യപുരുഷന്റെ ഇടയിലുള്ള സ്ത്രീയുടെ ഔറത്ത് ശരീരം മുഴുവനാണ്. അപ്പൊ അന്യപുരുഷനാ കയറി വന്നെങ്കിൽ ശരീരം മുഴുവൻ ഔറത്ത് തന്നെ. ഒരിക്കലും ഒരു അന്യപുരുഷൻ കയറി നേരെ അങ്ങനത്തെ അകത്തേക്ക് കയറി പോകാനും പാടില്ല. അത് എത്ര അറിയുന്ന വീടാണെങ്കിലും ശരി. ഒരു അന്യപുരുഷൻ നേരെ അടുക്കളയ്ക്ക് കയറിയായിട്ട് പോവുക, ഇത് മാന്യതയല്ല, മാന്യതയോട് ചോദിച്ച പരിപാടിയുമല്ല ഒരിക്കലും. അത് എത്ര വർഷം 10 തവണ ചെന്ന 11ാം തവണ ചെല്ലുന്ന വീടാണെങ്കിലും ശരി, ഇനി ചെറുപ്പം മുതലേ കണ്ടു പരിചയിച്ച വീടാണെങ്കിലും ശരി, അകത്തേക്ക് അങ്ങോട്ട് കയറി പോകുന്ന സ്വഭാവം ഒരിക്കലും ശരിയല്ല. അതേസമയത്ത് വീട്ടുടമസ്ഥൻ പുറത്തേക്ക് വന്നു അവരി അകത്തേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയാൽ പോകാം. അല്ലാതെ നേരെ സലാം പറഞ്ഞ് അകത്തേക്കായിട്ട് കയറി ചെല്ലുമ്പോൾ അകത്തുള്ള സഹോദരിമാർ ഔറത്ത് മറച്ചിട്ടുണ്ടാവുമോ? അല്ല, അവർ അപ്പോഴത്തെ നിലപാടെന്താണ്? ഇതൊന്നും അറിയാതെ പോകാൻ പാടില്ല. അത് എത്രത്തോളം എന്നറിയോ? അന്യപുരുഷൻ വേണ്ട, ഒരു സ്വന്തം മകന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഉമ്മ അല്ലെങ്കിൽ ഉപ്പ സമ്മതം ചോദിച്ചിട്ടേ വീട്ടിനുള്ളിൽ കയറാൻ പാടുള്ളൂ എന്നാ. കാരണം അകത്ത് നടക്കുന്ന വിഷയം എന്തെന്ന് അറിയില്ല. അപ്പൊ അത് ചിലപ്പോൾ കാണാൻ പറ്റിയതോ കാണാൻ പറ്റാത്തോ ഒക്കെ വന്നേക്കാം. അതുകൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ വീട്ടുകാരുടെ പൂർണ്ണമായ സമ്മതം അതാരാണെങ്കിൽ വേണം. ഒരു ഉപ്പയും ഉമ്മയും കിടന്നിറങ്ങുന്ന റൂമിലേക്ക് മകൻ കയറി ചെല്ലുമ്പോൾ വരെ വാതിൽ മുട്ടി ശബ്ദമുണ്ടാക്കി സമ്മതം ചോദിച്ചിട്ട് ഉള്ളിൽ കയറാൻ പാടുള്ളൂ എന്നാണ് നിയമം. ഇസ്ലാമിന്റെ നിയമം അതാണ്. നമ്മൾ അതിനെക്കുറിച്ച് വീടും അത് ചുറ്റുഭാഗമുള്ള വിഷയങ്ങൾ വിശദീകരിച്ച സമയത്ത് നമ്മുടെ മുസ്ലിം വീട് എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ അതിൽ കുറിച്ച് ആ വിഷയങ്ങളൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് കൂടുതൽ ഞാൻ കടക്കുന്നില്ല. അപ്പൊ ഏതായിരുന്നാലും ആ രൂപം നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഒരുപാട് വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് വീട്ടിലേക്ക് ഓടിച്ചാടി അങ്ങോട്ട് കയറി ചെല്ലാൻ പാടില്ല. സമ്മതം ചോദിച്ചുകൊണ്ട് കയറുക. 3 പ്രാവശ്യം ചോദിച്ചിട്ടും സമ്മതം കിട്ടിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ, ഒന്നെങ്കിൽ ആ വീട്ടുകാരൻ തിരക്കിലാണ്, അല്ലെങ്കിൽ വീട്ടിൽ ആളില്ല, അല്ലെങ്കിൽ നീ കയറുന്നത് അവർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് നിങ്ങൾ തിരിഞ്ഞു പോരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കയറുന്ന രൂപം നമുക്കുണ്ടാവുക. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പറയുന്നതിൽ കാണാം, ഇമാം ഈ ഹദീസ് 3 പ്രാവശ്യം അനുവാദം ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോകണമെന്നത് ഏറ്റവും ആധികാരികമായ അഭിപ്രായമാണ് എന്ന് രേഖപ്പെടുത്തി വെച്ചായിട്ട് കാണാം. 1ാം സലാം അറിയിപ്പാണ്, 2ാമത്തെ ചിന്തിക്കാനുള്ളതാണ്, 3ാമത്തെ സ്വീകരിക്കണോ നിരസിക്കണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. അതിനാ 3 പ്രാവശ്യം. 1ാം പ്രാവശ്യം സലാം പറയുമ്പോൾ ഒരാൾ വെറുത്ത് വന്നിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയ 1ാം സലാം എന്ന് 3 സലാം ഒറ്റയടിക്ക് പറയാൽ 1 സലാം പറഞ്ഞു, അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക, മറുപടി കിട്ടുന്നുണ്ടോ? ഇല്ല. 2ാമത് സലാം പറയുമ്പോ മറ്റോൻ ചിന്തിക്കണം, അത് വന്നത് ഇന്ന ആളാണ്, അപ്പൊ ചിന്തിക്കണം, അവനെ കേറ്റണ്ടേ? അത് ചിന്തിക്കാൻ വേണ്ടിയാണ് 2ാമത്തെ സലാം. 3ാമതായി ഒരു സലാം കൂടി പറയുന്നത് എന്തിനു വേണ്ടിയാണ്?
ആ സലാമോട് അത് ഇവനെ സ്വീകരിച്ചിരുത്തണോ അല്ലെങ്കിൽ അവനെ പറഞ്ഞേക്കണോ എന്ന് അവിടെ തീരുമാനിച്ചുകൊള്ളണം. എന്നാ സലാം മടക്കിയിട്ടില്ലെങ്കിൽ അവൻ അങ്ങ് തിരിച്ചു പോയിക്കോളും. അല്ല, സലാം പറഞ്ഞാൽ അവന് കയറിയിരിക്കും. അതിനുവേണ്ടിയാണ് മൂന്നാമത്തെ സലാം. ഇങ്ങനെയാണ് 3 സലാം പറയണമെന്ന് പറയാനുള്ള കാരണമെന്ന് കിതാബുൽ അദബില് അതുപോലെ മുസ്ലിമിലും ഒക്കെ ഇബ്നു കസീറിലും ഒക്കെ ഈ വിഷയങ്ങൾ രേഖപ്പെടുത്തി വെച്ചേറ്റ് കാണാം. അപ്പൊ ഈ രൂപങ്ങൾക്ക് മനസ്സിലാക്കി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ സമ്മതം ചോദിക്കേണ്ടതിനെ കുറിച്ചും വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഇതിനെ തുടർന്നുള്ള കുറച്ച് കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം കുറച്ചാൾ ചോദിച്ചു, സലാം പറയുമ്പോൾ ഹസ്തദാനം ചെയ്യാൻ പറ്റുമോ, കൈ പിടിച്ച് ചുംബിക്കാൻ പറ്റുമോ, കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ വന്നിരുന്നു. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ചുള്ള വരുന്ന ക്ലാസ്സുകളിൽ നമുക്കതേക്കുറിച്ച് പറയാം. അടുത്ത ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് നമ്മുടെ ഈ ക്ലാസ് നടക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് വിധിയുണ്ടെങ്കിൽ അടുത്ത ശനിയാഴ്ച നമുക്ക് ഈ വിഷയം സംബന്ധിച്ച് സംസാരിക്കാം. 12 മണിയാണ് എൻ്റെ ടൈം അടുത്ത ശനിയാഴ്ച ഉള്ളത്. ആ സമയത്ത് നമുക്ക് പറയാനും നമുക്ക് കേൾക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ കോർക്കാർ യൂസുഫ് കായുടെ ഉമ്മ മരണപ്പെട്ട വിഷയം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതറിയാത്ത ആളുകളിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, മിക്ക ആളുകളും അത് അറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് റേഡിയോ ശ്രോതാക്കളൊക്കെ നല്ലപോലെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോർക്കാർ യൂസുഫ് ക മുഖേനയാണ് നമുക്ക് ഒരുപാട് പ്രാവശ്യം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും എന്ന് പറയാം, നമുക്ക് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഐഡിയിൽ നിന്നാണ്. അദ്ദേഹമാണ്, അതുപോലെ വേറെ 1-2 പ്രവർത്തകരുണ്ട്. എന്നാൽ ഇവരിൽ നിന്നൊക്കെയാണ് നമുക്ക് ശ്രോതാക്കൾക്ക് റേഡിയോയിലൂടെ ഈ നമ്മുടെ ക്ലാസ് കേൾക്കാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരാളുടെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിക്കുന്ന ആ വ്യക്തിയുടെ, ആ മനുഷ്യന്റെ ഉമ്മയാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും അതേപോലെ തന്നെ അവർക്ക് ഖത്തം ഏറ്റെടുക്കുകയും ഒക്കെ നമ്മൾ ചെയ്യണം. ഇപ്പം ഒരുപാട് ഖത്തം നമുക്ക് ഏകദേശം വന്നിട്ടുണ്ട്. ഖത്തമുള്ള ഇവിടെ ആഡ് ചെയ്തിരുന്നു, കാണുന്നില്ല. നമുക്ക് ഏകദേശം കുറച്ച് ഖത്തം കൂടി ഇനി കിട്ടാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് ബന്ധപ്പെട്ട ആളുകൾ മൈക്കിൽ വന്ന് ഖത്തം സ്വീകരിക്കുന്ന സമയത്ത് കഴിയുന്ന ആളുകളൊക്കെ ഖത്തം ഏറ്റെടുക്കുകയും കഴിവിന്റെ പരമാവധി നമ്മളൊക്കെ ഖത്തം ഓതാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവരുടെ ആ മഹദിയുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് കാമലായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ദുആ ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മളെ എപ്പോഴും ലൈവ് കൊടുക്കാറുള്ള MRM താനാളൂർ പറയുന്നുണ്ട്, ഉപ്പക്ക് തീരെ സുഖമില്ല, പ്രത്യേകമായി ദുആ ചെയ്യണമെന്നൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉപ്പക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം നൽകുമാറാവട്ടെ, നല്ല ശിഫ നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മയും അവരെയൊക്കെ സംരക്ഷിച്ച് രക്ഷപ്പെടുത്തിയിരുമാറാവട്ടെ. ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം മൈക്കിൽ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ഇൻഷാ അല്ലാഹ് PM-ലൂടെ കഴിവിന്റെ പരമാവധി ഞാൻ ഉത്തരം കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വലൈക്കും സലാം റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ശുക്രൻ യാ ഉസ്താദ്, ജസാക്കല്ലാഹ് ഖൈറൽ ജസാ. നല്ലൊരു വിഷയമായിരുന്നു. കുറച്ച് ദിവസമായി ഉസ്താദ് നമുക്ക് ഇസ്ലാമിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ആരോട് സലാം പറയണം, ആരോട് സലാം പറയരുത്, അതുപോലെ നമ്മൾ വീടുകൾ കയറി ചെല്ലുമ്പോൾ സ്ത്രീകൾക്ക് സലാം പറയാൻ പറ്റുമോ, അല്ലേ, എല്ലാ കാര്യങ്ങളും വിശദമായി വിശദീകരിച്ചുകൊണ്ട് ഉസ്താദ് നമുക്ക് ക്ലാസ് എടുത്തു തന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാട്ടെ. ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും ഹിമ്മത്തും നൽകുമാറാട്ടെ. ഉസ്താദിൻ്റെ ജോലിയിലും ഇൽമിന് അല്ലാഹു ബർക്കത്ത് നൽകുമാറാട്ടെ. ഉസ്താദിൻ്റെ കുടുംബങ്ങളിൽ അല്ലാഹു ബർക്കത്ത് കൊടുക്കുമാറാട്ടെ. ഇനി ഒരുപാട് കാലം നമ്മോടൊപ്പം ക്ലാസ് റൂമിൽ ഒരുമിക്കാനും നല്ല നല്ല ഉപദേശങ്ങൾ തരാനും അത് കേട്ട് നമുക്ക് ജീവിതത്തിൽ പകർത്തി അതനുസരിച്ച് അമൽ ചെയ്യുവാനും നമുക്കും ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് അതുപോലെ നമുക്ക് ക്ലാസ് എടുത്തിരുന്ന എല്ലാ ഉസ്താദന്മാർക്കും ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത നമ്മൾ ഉസ്താദ് പറയാം. ഉസ്താദ് എപ്പോഴും ഉറക്കമൊക്കെ വളരെ കുറവാണ്. 12 മണിയായാലും 1 മണിയായാലും നമ്മുടെ ക്ലാസ് റൂമിൽ വന്നുകൊണ്ട് മൈക്ക് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഒക്കെ വന്നിട്ട് നല്ല നല്ല ഉപദേശങ്ങൾ തരാനും ക്ലാസ് എടുത്ത് തരാനും ഇരിക്കുന്ന നമ്മുടെ അബുറയ്യ ഉസ്താദ് നമുക്ക് ആർക്കും ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഉസ്താദ് റൂമിലുണ്ടല്ലേ, ഉസ്താദ് ഞാൻ കണ്ടിട്ടില്ല. ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാട്ടെ. ഉസ്താദ് എപ്പോഴും ഉസ്താദ് പഠിച്ച ഇൽമ് അത് മറ്റുള്ളവർക്ക് പകർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഉറക്കൊന്നും ശ്രദ്ധിക്കാതെ എപ്പോഴും ക്ലാസ് റൂമിൽ വന്നുകൊണ്ട്
മറ്റുള്ളവർക്ക് പകർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉസ്താദ് എപ്പോഴും നമ്മുടെ ഒപ്പം ക്ലാസ് റൂമിലുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സും ഹിമ്മത്ത് നൽകുമാറാട്ടെ. ഉസ്താദിൻ്റെ ഉമ്മാടെ രോഗം അല്ലാഹു പരിപൂർണ്ണ ഷിഫ നൽകുമാറാട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഫ്രീ ആണെങ്കിൽ മൈക്കിൽ വന്നാലും